ഞാൻ ആദാം, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യ മനുഷ്യൻ. ഞാൻ ഹവ്വ, ആദാമിന്റെ ഹൃദയത്തിനരികിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചൾ. ഞാൻ കായൻ, ആദാമിന്റെയും ഹവ്വയുടെയും ആദ്യ മകൻ. അസൂയ എന്റെ കഥ മാറ്റി. ഇത് നിങ്ങൾക്കും മുന്നറിയിപ്പാണ്. ഞാൻ ആബേൽ, ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചവൻ. സ്നേഹത്തോടെ കൊടുത്തത് ദൈവം സ്വീകരിച്ചു. ഞാൻ നോഹ, പരിഹാസങ്ങൾക്കിടയിലും മലമുകളിൽ പേടകം പണിതവൻ. വിശ്വാസത്തോടെ ദൈവത്തെ അനുസരിച്ച നീതിമാൻ. മോശ, ദൈവശക്തിയിൽ ചെങ്കടൽ കടത്തി ജനങ്ങളെ മോചിപ്പിച്ച നേതാവ്. സീനായി മലയിൽ നിന്നും നിയമം ലഭിച്ചവൻ. ഞാൻ ഹെനോക്ക്, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി ജീവിച്ചു. അവൻ ജീവനോടെ എന്നെ സ്വർഗത്തിലേക്കെടുത്തു. ഞാൻ അബ്രാഹം, ദൈവത്തിന്റെ വിളികേട്ട് ഇറങ്ങിത്തിരിച്ച വിശ്വാസികളുടെ പിതാവ്. ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ മത്തുശല, ബൈബിളിൽ ദീർഘകാലം ജീവിച്ച വ്യക്തി. ദൈവകൃപയുടെ 969 വർഷങ്ങൾ. ലേവി വംശത്തിൽപ്പെട്ട മോശയുടെ സഹോദരൻ. ദൈവം എന്നെ ഇസ്രായേലിന്റെ പ്രധാന പുരോഹിതനായി തിരഞ്ഞെടുത്തു. യഥാർത്ഥമായ ആരാധന ദൈവത്തിന് മാത്രം നൽകുക. ഞാൻ മോശയുടെ സഹോദരി മിരിയ. നദിയിൽ നിന്നും മോശയെ രക്ഷിക്കുമ്പോൾ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ചെങ്കടൽ മുറിച്ചു കടന്നപ്പോഴും ഞാൻ സാക്ഷിയായിരുന്നു. ഞാൻ ദൈവത്തിന്റെ ദാസനും മോശയുടെ സഹായിയുമായ ജോഷുവ. മറ്റുള്ളവർ സംശയിച്ചപ്പോഴും ഞാൻ ദൈവത്തെ വിശ്വസിച്ചു. ധൈര്യമായിരിക്കുക, ദൈവം വിശ്വസ്തനാണ്. അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ദൈവവുമായി പോരാടിയവൻ. ദൈവം എന്നെ ഇസ്രായേൽ എന്ന് വിളിച്ചു. ഞാൻ ഇസഹാക്ക്, വാഗ്ദാനത്തിന്റെ മകൻ. യാഗപീഠത്തിലും അനുസരണയോടെ കിടന്നവൻ. ദൈവം വീണ്ടെടുത്ത സമാധാനപ്രിയൻ. ഞാൻ എസാവ്, ഇസഹാക്കിന്റെ ആദ്യജാതൻ, വേട്ടക്കാരൻ. ഒരു നിമിഷത്തിന്റെ പിഴവുകൊണ്ട് ജന്മാവകാശം നഷ്ടമാക്കി. ഞാൻ ജോസഫ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ജ്ഞാനം ലഭിച്ചവൻ. കുഴിയിൽ നിന്നും കൊട്ടാരത്തിലേക്ക് ദൈവം പിടിച്ചു കയറ്റി. ക്ഷമിക്കൂ, ദൈവം അനുഗ്രഹിക്കും. ഈ വീഡിയോ മറ്റുള്ളവർക്കും അയച്ചുകൊടുത്ത് സുവിശേഷം പങ്കുവയ്ക്കാം.